ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഭഗവത്ഗീത ജീവിത വിജയശാസ്ത്രം അഥവാ ഭഗവത്ഗീതയിലൂടെ യഥാർത്ഥ ജീവിത വിജയം എന്ന ഈ ഒരു പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത ഞാൻ പറഞ്ഞു 3 തലത്തിലാണ് അതിനെ നാം കാണേണ്ടത്. ചരിത്ര പശ്ചാത്തലം, അതൊരു സോഷ്യൽ അഥവാ സൈക്കോളജിക്കൽ പശ്ചാത്തലം, മൂന്നാമത്തത് അതിനൊരു സ്പിരിച്വൽ പശ്ചാത്തലമുണ്ട്. അപ്പം ചരിത്രത്തെ നമുക്ക് മാറ്റി നിർത്താം, കാരണം ചരിത്രം മഹാഭാരതത്തിൽ വിശദീകരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് അതിൻ്റെ സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വലാണ്. ഓരോ കഥാപാത്രങ്ങളുടെയും മാനസികാവസ്ഥ, അതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? അവരുടെ മാനസികാവസ്ഥ തന്നെയാണ് നമ്മളിൽ എല്ലാവരുടെയും മാനസികാവസ്ഥ. ഇത് ഈ വാക്സിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന പോലെയാണ്. പല വാക്സിനുകളും ടെസ്റ്റ് ചെയ്യുന്നത് ആദ്യം ഗിനി പിഗ്സിലും റാറ്റുകളിലൊക്കെയാണ്, എന്നിട്ടാണ് മനുഷ്യരിലൊക്കെ പരീക്ഷണം ചെയ്യുക. അപ്പം അവരിൽ വിജയിച്ചാൽ നമ്മളിലും വിജയിക്കണം എന്നാണ്. മൃഗജീവികളിലൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ മനുഷ്യരിലും വിജയിക്കണം. ഇതുപോലെ മഹാഭാരത കഥാപാത്രങ്ങളിലുണ്ടായ മാനസികാവസ്ഥ തന്നെയാണ് നമ്മുടെയും മാനസികാവസ്ഥ. വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വേരിയേഷൻസ് കാണും. അപ്പം അവരെ എങ്ങനെയാണ് അവരുടെ പരാജയങ്ങളെ നേരിട്ടത്, അത് തന്നെയാണ് നമുക്കും ചെയ്യാനുള്ളത്. അപ്പം നമുക്കും നമ്മുടെ പരാജയങ്ങളെ വിജയമാക്കി മാറ്റാം. അതുകൊണ്ടാണ് അതിന് ഒരു സൈക്കോളജിക്കൽ പശ്ചാത്തലം എന്ന് ഞാൻ പറഞ്ഞു. ഇനി അതിനെ മാറ്റിയെടുക്കാൻ അവർക്ക് കൊടുത്ത സ്പിരിച്വൽ മാർഗങ്ങളാണ് നമുക്കും അഡോപ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ സ്പിരിച്വൽ മാർഗങ്ങൾ. അപ്പം നമുക്ക് ഗീതയിലേക്ക് പ്രവേശിക്കാം. ഭഗവത്ഗീത എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നത്? ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകം, 700 ശ്ലോകങ്ങളിൽ ഫസ്റ്റ് ശ്ലോകം, 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം ആരംഭിക്കുന്ന തന്നെ ധൃതരാഷ്ട്ര ഉവാച എന്ന രാജാവിൻ്റെ ചോദ്യത്തിലൂടെയാണ്. കൗരവ വംശവും പാണ്ഡവരുടെ വംശവും. കൗരവര് ധൃതരാഷ്ട്രരുടെ സന്താന പരമ്പരകളായി കുരുവംശത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. പാണ്ഡവര് പാണ്ഡുവിൻ്റെ സന്താന വംശങ്ങളായിട്ട് പാണ്ഡവ വംശത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇപ്പം ധൃതരാഷ്ട്ര എന്ന് പറയുന്ന അന്ധനായ രാജാവിൻ്റെ ഗാന്ധാരി എന്ന് പറയുന്ന ഭാര്യയിലുണ്ടായ പുത്രന്മാരാണ് ദുര്യോധനാദികൾ. പാണ്ഡുവിന് കുന്തിദേവി, അതുപോലെ തന്നെ അദ്ദേഹത്തിന് കുന്തിദേവിയിലുണ്ടായ പുത്രന്മാരാണ്, ദേവന്മാരുടെ അനുഗ്രഹത്തോടുകൂടി ഉണ്ടായ പുത്രന്മാരാണ് ധർമ്മപുത്രൻ, അതായത് യുധിഷ്ഠിരൻ, അതുപോലെ ഭീമസേനൻ, പിന്നീട് നകുലൻ, അർജുനൻ തുടങ്ങിയവർ. എന്നാൽ മാദ്രി എന്ന് പറയുന്ന മറ്റൊരു ഭാര്യയിൽ അദ്ദേഹത്തിന് നകുലനും സഹദേവനും ഉണ്ടായി. ഇങ്ങനെ പാണ്ഡവവംശം നിൽക്കുന്നു. രാജ്യം ഭരിച്ചത് പാണ്ഡുവായിരുന്നു. ജ്യേഷ്ഠനാണ് ധൃതരാഷ്ട്രെങ്കിലും അന്ധനായതുകൊണ്ട് രാജ്യം ഭരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യത ഉണ്ടായിരുന്നില്ല. പാണ്ഡു മരിച്ചതിന് ശേഷം പ്രശ്നങ്ങളെല്ലാം മാറി. പാണ്ഡു മരിച്ചതിന് ശേഷം ശരിക്കും രാജ്യം ഭരിക്കേണ്ടത് ഇവരിൽ മൂത്തവരാരാണോ അവരാണ് ഭരിക്കുന്നത്. അത് യുധിഷ്ഠിരനാണ്, ധർമ്മപുത്രനാണ്. പക്ഷെ അവർക്ക് രാജ്യം കൊടുക്കാതെ ദുര്യോധനൻ അത് തൻ്റെ കൈവശപ്പെടുത്തി. അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അച്ഛനെ ഒരു ബിനാമിയാക്കി വെച്ചുകൊണ്ട് അച്ഛൻ്റെ പേരും പറഞ്ഞ് ദുര്യോധനൻ കാര്യങ്ങളൊക്കെ തൻ്റെ കൈകളിലാക്കി. എന്നാൽ പാണ്ഡവർക്ക് അതിൽ വിരോധം ഉണ്ടായിരുന്നില്ല. പാണ്ഡവർ പറഞ്ഞു, നിങ്ങൾ ഭരിച്ചോ, പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഇടം തരണം. പക്ഷെ പാണ്ഡവരുടെ വളർച്ചയിലും വികാസത്തിലും അവരുടെ പെരുമാറ്റത്തിലും സമൂഹം അവർക്ക് കൊടുത്ത അംഗീകാരവും ആദരവും ഒന്നും ദുര്യോധനാദികൾക്ക് ഒട്ടും സഹിക്കുന്നില്ല. ഇത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാരതത്തിനകത്തും പുറത്തും ഭാരതത്തിലെ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന ഒരു ആദരവും അംഗീകാരവും ഉൾക്കൊള്ളാൻ പലർക്കും പറ്റാതെ വിമർശിക്കുന്ന ആളുകൾ ഉള്ളതുപോലെ തന്നെ പാണ്ഡവരെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, അവരെ പുറത്താക്കാനുള്ള സകല കുടിലതന്ത്രങ്ങളും കൗരവന്മാരിൽ ദുര്യോധനാദികൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ചൂതുകളി. ആ ചൂതുകളിയിൽ പാണ്ഡവരെ കള്ളത്തരത്തിൽ തോൽപ്പിച്ച് അവരെ 12 വർഷം കാട്ടിലേക്കും 1 വർഷം അജ്ഞാതവാസത്തിലേക്കും പറഞ്ഞയച്ചു.
തിരിച്ചു വന്ന് അവർക്ക് അർഹതപ്പെട്ട രാജ്യം കൊടുക്കാമെന്നായിരുന്നൊക്കെ ആദ്യം കരാർ പറഞ്ഞെങ്കിലും അതൊക്കെ ലംഘിച്ചുകൊണ്ട് സൂചി കുത്താനുള്ള ഇടം പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നിവൃത്തിയില്ല, അവർക്കിവിടെ ജീവിക്കണം. കെഞ്ചിക്കേണ് അപേക്ഷിച്ചു കൃഷ്ണൻ, ഒരു വീടെങ്കിലും അതുപോലും കൊടുക്കില്ല എന്നാണ് പറഞ്ഞു. അപ്പം പിന്നെ പുറമ്പോക്കുണ്ടായിരുന്നെങ്കിൽ അവിടെ ഷെഡ് കെട്ടി താമസിക്കായിരുന്നു, അതും കൊടുക്കില്ല. അപ്പം പിന്നെ പാവങ്ങൾ എന്തു ചെയ്യും? അവരും സമരം ചെയ്യണം, അവരും യുദ്ധം ചെയ്യണം. കാരണം അവർക്ക് അർഹതപ്പെട്ടത്, അവകാശപ്പെട്ടത് അവർക്ക് ചോദിച്ച് മേടിക്കണമല്ലോ, അവർക്ക് ചോദിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അനീതിക്കെതിരെ, അതുപോലെ അവകാശങ്ങൾക്കെതിരെ ആദ്യത്തെ ഒരു ജനകീയമായ സമരമായിരിക്കണം പാണ്ഡവന്മാരുടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ യുദ്ധം. അതൊരു ജനകീയമായ യുദ്ധമാണ്. കാരണം അല്ലെങ്കിൽ ഒരു സാമാന്യ നീതിക്ക് വേണ്ടിയുള്ള, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ ഒരു യുദ്ധമായിരുന്നു. സ്വാർത്ഥതയായിരുന്നില്ല പാണ്ഡവരെ സംബന്ധിച്ച്. കാരണം അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം, ജീവിച്ചേ പറ്റുള്ളൂ. അവർക്ക് ജീവിക്കാനൊരിടം, ജോലി ചെയ്യാനുള്ള അവകാശം എന്ന് പറഞ്ഞ പോലെ, ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞ പോലെ പാണ്ഡവർക്കും എങ്ങനെയെങ്കിലും ജീവിക്കണം. ഇങ്ങനെ ഒരു യുദ്ധം അനിവാര്യമായി. ആ യുദ്ധത്തിന് എല്ലാ തയ്യാറെടുപ്പുകളുമായിട്ട് പാണ്ഡവരുടെയും കൗരവരുടെയും സൈന്യം ഇപ്പോഴിതാ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അണിനിരന്നിരിക്കുന്നു. മനസ്സിലായല്ലോ? അങ്ങനെ രണ്ടു കൂട്ടരും യുദ്ധത്തിന് മുഖാമുഖം എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടെ എന്തൊക്കെയോ ചിലത് സംഭവിച്ചിട്ടുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ കടന്നു പോകും. ഏതായാലും യുദ്ധം തുടങ്ങി. യുദ്ധം തുടങ്ങുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ചിലത് സംഭവിച്ചു. അർജുനൻ മാനസികമായി തളർന്നു. കൃഷ്ണൻ ഗീതോപദേശം നടത്തി അർജുനനെ ഉണർത്തി. യുദ്ധം തുടങ്ങി. 10 ദിവസം യുദ്ധം കഴിഞ്ഞ് ഘോരമായ യുദ്ധം. ആര് ജയിക്കും ആര് തോൽക്കും എന്നറിയാൻ പറ്റില്ല, അത്ര പൊരിഞ്ഞ പോരാട്ടം. ഇലക്ഷനിലൊക്കെ നമ്മൾ കാണാറില്ലേ, വൈകുന്നേരം വരെ ആര് ജയിച്ചു ആര് തോറ്റു എന്നറിയാത്ത ചില സാഹചര്യങ്ങൾ ഇലക്ഷൻ റിസൾട്ടിലൊക്കെ വരുന്നത് പോലെ. പടുത്ത കാലത്ത് അമേരിക്കൻ ഇലക്ഷൻ റിസൾട്ടൊക്കെ നിങ്ങൾ കണ്ടു കാണും. ആരാ ജയിച്ചതെന്നറിയാൻ പറ്റാത്ത, വീറോട് വാശിയോടുകൂടി പരസ്പരം പോരാടിക്കൊണ്ട് തുല്യ നിലയിൽ നിന്നുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഉത്കണ്ഠ മനുഷ്യർക്കുണ്ടാവും. ഇവിടെ 10 ദിവസം ഭയങ്കരമായ യുദ്ധമായിരുന്നു. ആര് ജയിക്കും ആര് തോൽക്കും എന്നൊന്നും അറിയില്ല. 10ാമത്തെ ദിവസം കൗരവർക്ക് ഒരു വലിയ അടികിട്ടി. യുദ്ധത്തിൽ ഒരു വലിയ വീഴ്ച പറ്റി. 10ാമത്തെ ദിവസം അവരുടെ സർവസൈന്യാധിപത്യത്തിൽ നിന്ന് ആർക്കും കീഴടക്കാൻ പറ്റാത്തവനെന്ന് വിശേഷിപ്പിച്ച് മഹാരഥന്മാരിൽ ഏറ്റവും അത്യുന്നത ശ്രേണിയിൽ നിൽക്കുന്ന മഹാന്മാരിൽ മഹാശ്രേഷ്ഠനായ ഭീഷ്മ പിതാമഹൻ അന്ന് ദൃഷ്ടദ്യുമ്നൻ്റെയും അതുപോലെ തന്നെ ഭീമസേനൻ്റെയും തുടങ്ങിയിട്ടുള്ള സൈന്യങ്ങളുടെ എല്ലാവരുടെയും ഇടയിൽ വെച്ചുകൊണ്ട് അർജുനനാൽ വീഴ്ത്തപ്പെട്ടു. ദൃഷ്ടദ്യുമ്നായിരുന്നു പാണ്ഡവ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ. ഭീമസേനനായിരുന്നു ഈ സൈന്യത്തിന് മുഴുവൻ പ്രചോദനം കൊടുത്ത മറ്റൊരു ലീഡർ. അവരുടെയൊക്കെ മുന്നിൽ വെച്ച് അർജുനൻ ഭീഷ്മരെ വീഴ്ത്തി. അതും ആരെ വെച്ചിട്ടാണ് വീഴ്ത്തിയത്? ഭീഷ്മ പിതാമഹന് ഒന്ന് നോക്കിയാൽ പോലും വീഴ്ത്താൻ സാധിക്കുന്ന ശിഖണ്ഡി എന്ന് പറയുന്ന സാധാരണ യോദ്ധാവിനെ വെച്ചുകൊണ്ട് വീഴ്ത്തി. അതിനൊരു കഥയുണ്ട്. ശിഖണ്ഡി ശരിക്കും പറഞ്ഞാൽ ആ കാലത്തെ ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു. അദ്ദേഹം അംബ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. ആ അംബയാണ് പിൽക്കാലത്ത് ശിഖണ്ഡിയായത്. അപ്പോൾ ഒരു സ്ത്രീ പുരുഷ രൂപത്തിൽ വന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ ഒരു സ്ത്രീയാണെന്ന കാര്യം ഭീഷ്മർക്ക് അറിയുന്നതുകൊണ്ട് തന്നെപ്പോലുള്ള വീരശൂര പരാക്രമിയായ ഞാൻ ഒരു സ്ത്രീയോട് പോരാടുകയില്ല. അപ്പം ശിഖണ്ഡി അസ്ത്രമെടുത്തപ്പോൾ നിസ്സാരമായി കണ്ടുകൊണ്ട് ഭീഷ്മർ തലതിരിച്ചു. അപ്പോഴേക്കും അർജുനൻ്റെ അസ്ത്രം എന്താ പറയുക, കഴുത്ത് തിരിക്കാൻ പറ്റാത്ത വിധം ലോക്ക് ചെയ്ത് കളഞ്ഞു. പിന്നെ നിവൃത്തില്ല, ഭീഷ്മർക്ക് വീഴുകയും നിവൃത്തു. ആ ഭീഷ്മരുടെ പതനം കൗരവരുടെ പതനമായി. കാരണം ഭീഷ്മ പിതാമഹൻ എന്ന് പറയുന്ന അടിത്തറയിലായിരുന്നു, ആ നട്ടെല്ലിലായിരുന്നു കൗരവ സൈന്യത്തിൻ്റെ മുഴുവൻ ശക്തിയും സമാർജിച്ചിരുന്നത്. അങ്ങനെ ഭീഷ്മർ വീഴുന്നതോടുകൂടി കൗരവ പട ആകെ അസ്വസ്ഥമാകുന്നു. ഈ വിവരം യുദ്ധക്കളത്തിൽ വെച്ച് യുദ്ധം കണ്ടുകൊണ്ടിരുന്ന സഞ്ജയൻ എന്ന് പറയുന്ന
ധൃതരാഷ്ട്രൻ്റെ മന്ത്രി ധൃതരാഷ്ട്രനെ ഈ വിവരം അറിയിക്കാൻ ചെല്ലുകയാണ്. അങ്ങനെ ഈ വാർത്ത അറിയിച്ചപ്പോൾ ആ ഒരു ഞെട്ടലിൽ നിന്നും, ഭീഷ്മർ വീണു എന്ന് കേട്ട ഞെട്ടലിൽ നിന്നും, വിശ്വസിക്കാൻ പറ്റാത്ത വാർത്തയിൽ നിന്നും, ഒരു ഉദ്വേഗത്തിൻ്റെ ഭയപ്പാടോടുകൂടി ധൃതരാഷ്ട്രൻ ചോദിക്കുന്ന ചോദ്യം മുതലാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. ധൃതരാഷ്ട്രൻ അന്ധനാണ്. അന്ധനെ കൊണ്ടാണ് വ്യാസഭഗവാൻ തൻ്റെ ഗീത ആരംഭിക്കുന്നത്. ആ അന്ധൻ്റെ ഉത്കണ്ഠയുള്ള, ഭയമുള്ള ഒരു ചോദ്യത്തിൽ നിന്നും ഗീത ആരംഭിക്കുന്നു. എന്തൊരു ഉദ്ദേശ്യമായിരിക്കണം വ്യാസർക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട്? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? തീർച്ചയായിട്ടും വലിയൊരു ഉദ്ദേശമുണ്ട്. എന്തിനാണ് ഭഗവത്ഗീത ധൃതരാഷ്ട്രനെ കൊണ്ട് ആരംഭിച്ചത്, ഒരു അന്ധനെ കൊണ്ട് ആരംഭിച്ചിരിക്കുന്നത്? കാരണം ഈ ധൃതരാഷ്ട്രൻ നമ്മളിലൊക്കെ ഉള്ളൊരു അന്ധൻ തന്നെയാണ്. ധൃതരാഷ്ട്രൻ്റെ അന്ധത കണ്ണിലാണെങ്കിൽ നമ്മുടെയൊക്കെ അന്ധത മനസ്സിലാണ്. എന്താ നമ്മുടെ അന്ധത? എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ നമ്മൾ പല കാര്യത്തിനും ഇറങ്ങിപ്പുറപ്പെടും. പക്ഷേ പലപ്പോഴും നമ്മൾ പരാജിതരാകും. ആളുകളോടുള്ള കമ്മ്യൂണിക്കേഷൻ, ആർ വി പെർഫെക്റ്റ്? ആർ വി കോൺഫിഡൻറ്റ്? ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആർ വി കോൺഫിഡൻറ്റ് ഇനഫ് ടു ഡു ഇറ്റ് പെർഫെക്റ്റ്ലി? അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഏറ്റെടുക്കുന്ന സമയത്ത് കാണിച്ച ആ വാശിയൊക്കെ പിന്നീട് ഉണ്ടാവാറുണ്ടോ? അതേപോലെ തന്നെ നമ്മൾ ഏത് മേഖലകളിൽ നോക്കൂ. ഇപ്പോൾ ഒരു വിവാഹം കഴിക്കുന്ന ഒരാളുടെ വിചാരം ഈ വിവാഹ ജീവിതം അയാൾക്ക് സന്തോഷമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നത്. പക്ഷേ സോ ദാറ്റ് പേഴ്സൺ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ടു ഡീൽ വിത്ത് ദ റിലേഷൻഷിപ്പ്. ഒരു ജോലി നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ജോലിയിൽ നിങ്ങൾ വളരെ എല്ലാവരുമായിട്ട് യോജിച്ചു പോവാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ? നമ്മൾ കാണാറില്ല എത്രയോ ചെറുപ്പക്കാർ സെൽഫി എടുക്കുന്നു വളരെ അഡ്വഞ്ചറസ് ആയിട്ട്. ഇന്നിപ്പം ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ കാണാറില്ലേ ചാലഞ്ച്, മാരേജ് ചാലഞ്ച്, സെൽഫി ചാലഞ്ച്, ഓരോ ചാലഞ്ചുകൾ നിങ്ങൾ കാണാറുണ്ട്. കടലിലേക്ക് ചാടി തിരമാലയിൽ പെട്ടുപോകുമ്പോൾ നീന്തൽ അറിയില്ല എന്ന സത്യം തിരിച്ചറിയുന്ന എത്രയോ ചെറുപ്പക്കാർ വൈകി വിവേകം വരുന്നത് പോലെ. അതുപോലെ തന്നെ വിവാഹം കഴിച്ചിട്ട് ജീവിതത്തിൽ പലരുടെയും ഡീൽ ചെയ്യാൻ എനിക്ക് അറിയില്ല, അവസാനം മാനസികമായ പ്രശ്നങ്ങളുണ്ടായി കുടുംബ ബന്ധം തകരുന്ന എത്ര ആളുകൾ. സാമ്പത്തികമായി പലതും പ്രോപ്പറായിട്ട് തൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് വരുമാനത്തിനനുസരിച്ച് ചെലവഴിക്കാൻ അറിയാതെ അതൊക്കെ ഡീലിംഗ് തെറ്റിച്ചുകൊണ്ട് അന്ധനായി ജീവിച്ച അവസാനം എന്താ പറയുക, ധൃതരാഷ്ട്രനെ പോലെ ഞാൻ എന്തുകൊണ്ടിങ്ങനെ പരാജയപ്പെട്ടു എന്ന് ഖേദിക്കുന്ന കുറേ ആളുകൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഭരണരംഗത്ത് തന്നെ കാണാൻ സാധിക്കും. തൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്കാരും അതുപോലെ എന്താ പറയുക കള്ളക്കടത്തും മറ്റും ചെയ്തിട്ട് അവസാനം എന്തേ എനിക്കിങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന എത്രയോ ഭരണാധികാരികൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പിങ്ങനെ നമ്മളൊക്കെ നാളെ ധൃതരാഷ്ട്രനെ പോലെ ചോദിക്കും, വൈ ഐ ഫെയിൽഡ്, വൈ ഐ കുഡ്ന്റ് ഡു ദിസ്, why I couldn't manage this, why my life became total failure, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ സംഭവിച്ചു, why I am like this, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ, why I am so, എന്താണതിന് കാരണം? ഈ ചോദ്യം നാളെ നിങ്ങളും ചോദിക്കാതിരിക്കാനാണ് ഗീത പഠിക്കുന്നത്. ധൃതരാഷ്ട്രനാവാതിരിക്കാനാണ് ഗീത പഠിക്കുന്നത്. അപ്പോൾ ധൃതരാഷ്ട്രൻ്റെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ഗീതാപുസ്തകം എടുക്കണം. ധൃതരാഷ്ട്രൻ തൻ്റെ മന്ത്രിയോട് ചോദിക്കുകയാണ്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. സഞ്ജയരോട് ചോദിക്കുകയാണ്. സഞ്ജയൻ എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രൻ്റെ മന്ത്രി. സഞ്ജയൻ എന്ന വാക്കിന് ഒരു സൂക്ഷ്മാർത്ഥമുണ്ട്.
സംജയ, സമ്യക് ജയിച്ചവൻ എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ ജയിച്ചവൻ. നമ്മളൊക്കെ ഈ ജയിക്കുക എന്ന വാക്ക് തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. പരീക്ഷ ജയിക്കുക, മത്സരത്തിൽ ജയിക്കുക, എക്സാമിനേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഇൻ്റർവ്യൂവിൽ ജയിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മളെ ജയിച്ചിട്ടുണ്ടോ? നമ്മുടെ മാനസിക പ്രശ്നങ്ങളെ ജയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതായത് ഭൗതികമായി പല കാര്യത്തിലും ജയിച്ചിട്ടുള്ള ആളുകൾക്ക് അവരെ അലട്ടുന്ന പ്രശ്നങ്ങളെ ജയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ തനിക്ക് താൻ തന്നെ ഒരു നരകമായാൽ പിന്നെ പുറമേ ജയിച്ചിട്ട് എന്ത് കാര്യം? പുറമേ ഒരു പക്ഷേ നമുക്ക് സ്വർഗമുണ്ടാക്കാൻ സാധിച്ചു എന്ന് വരാം, സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു വരാം, ലക്ഷറി ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരാം. പക്ഷേ ഇഫ് അവർ ലൈഫ് ഈസ് സോ മിസറബിൾ, what is the use of this luxury? Finally, this luxury makes your life luxuriously miserable life. നമുക്ക് എല്ലാ കംഫർട്ടിൻ്റെയും നടുവിലിരുന്ന് കംഫർട്ടബിളി വി ക്യാൻ ബിക്കം മിസറബിൾ. അതാണോ വേണ്ടത്? ഇന്നിപ്പോൾ അതല്ലേ നമ്മൾ കാണുന്നത് ചുറ്റും. നല്ല വീടുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, പക്ഷെ എത്ര പേര് ഹാപ്പിയാണ്? എത്ര പേർക്ക് ശരിക്കും സ്നേഹമുണ്ട്? എത്ര പേർക്ക് പരസ്പരം ഒരു നല്ല ഹൃദയം തുറന്ന ബന്ധങ്ങളുണ്ട്? പലരും അവരവരുടെ വീടുകളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ്. ആസ് ഇഫ് ദേ ആർ ലിവിങ് ഇൻ എ കോർണർ ഓഫ് ദ വേൾഡ്, കോർണർ ഓഫ് ദ യൂണിവേഴ്സ്. ഒരു മൊബൈലുള്ളത് കൊണ്ട് നമുക്ക് ഏകാന്തത അനുഭവപ്പെടുന്നില്ല എന്ന് മാത്രം. എല്ലാവരും ആ മൊബൈലിൻ്റെ ഉള്ളിലേക്ക് ചുരുങ്ങിപ്പോയി. ഒരു റിയൽ റിലേഷൻ, ഹൃദയം തുറന്നിട്ടുള്ള ബന്ധം, ഒരു ഫാമിലി എന്നുള്ളൊരു ഫീലിംഗ് ഇല്ല. അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഉള്ള കുറവുകളെ, ദൗർബല്യങ്ങളെ ജയിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ സഞ്ചയനായിട്ടില്ല. നമ്മളൊക്കെ ധൃതരാഷ്ട്രന്മാരാണ്. ധൃതരാഷ്ട്രൻ, ധൃതം, രാഷ്ട്രം, രണ്ട് വാക്കുകളാണ്. ധൃതരാഷ്ട്രൻ, ധൃതം എന്ന് പറഞ്ഞാൽ ഹോൾഡ് ഇറ്റ് ടൈറ്റ്ലി. ധൃതം, ദൃഢം എന്ന് പറയുന്ന പോലെയാണ് ധൃതം. രാഷ്ട്രം, രാഷ്ട്രം എന്ന് പറഞ്ഞാൽ രാജ്യം, സമ്പത്ത് എന്നൊക്കെ അർത്ഥം. അപ്പം ഇവിടെ എന്താണ് ധൃതരാഷ്ട്രൻ്റെ സമ്പത്ത്? ധൃതരാഷ്ട്രൻ സമ്പത്താക്കി വെച്ചിരിക്കുന്നത് തൻ്റെ ഉള്ളിലുള്ള സമ്പത്തുക്കളെയല്ല, തൻ്റെ ഉള്ളിലുള്ള നന്മ തുടങ്ങിയുള്ള വാല്യൂസ് അല്ല അയാളുടെ സമ്പത്ത്. അയാളുടെ സമ്പത്ത് പുറത്തുള്ളതാണ്. മക്കളാണ്, രാജ്യമാണ്. ഇപ്പം രാജ്യത്തെ മക്കളെയൊക്കെ സമ്പത്താക്കി വെച്ചപ്പോൾ, അവരെയൊക്കെ കണ്ണടച്ച് മുറുകെ പിടിച്ചപ്പോൾ, അവർ ചെയ്യുന്ന സകല തോന്നിവാസത്തിനും കൂട്ടുനിന്നപ്പോൾ, ഇന്ന് കാണുന്നുണ്ടല്ലോ നിങ്ങൾ, പല രാഷ്ട്രീയക്കാർക്കും പറ്റിയ അപജയം അതാണല്ലോ. മക്കളെ അങ്ങനെ അന്ധമായി അങ്ങനെ വിശ്വസിച്ച് വെച്ചപ്പോൾ മയക്കുമരുന്ന് വ്യാപാരങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളെ നിങ്ങൾക്കിന്ന് പത്രമാധ്യമങ്ങളിൽ കാണും. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ധൃതരാഷ്ട്രനും മക്കൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി അന്ധനായപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ ഒരു സ്വപ്ന ലോകത്തിലാണ്. നാളെ എൻ്റെ മക്കൾക്ക് സ്വത്ത് കിട്ടും, നാളെ എൻ്റെ മക്കൾ രാജ്യം ഭരിക്കും, നാളെ ഈ രാജ്യത്തിൽ ഞാനും എൻ്റെ ഭാര്യയും മക്കളും സുഖമായി ജീവിക്കും. ഇങ്ങനൊരു കണക്കുകൂട്ടലാണ് അന്ധന്മാരുടെ ജീവിതം. അന്ധന്മാരൊരു കാൽക്കുലേഷനിലാണ്, അന്ധന്മാരൊരു ഇമാജിനേഷനിലാണ്. നാളെ എന്തോ ഒരു സ്വർഗം ഞാൻ പണിയുമെന്ന്. ആ കണക്കുകൂട്ടലാണ് തെറ്റിപ്പോയത്. ആ തെറ്റിപ്പോയ കണക്കുകൂട്ടലിൻ്റെ ഷോക്കിലാണ് ഈ ചോദ്യം വരുന്നത്. അദ്ദേഹത്തിൻ്റെ സകല കണക്കുകളും തെറ്റി, കണക്ക് കൂട്ടലും തെറ്റി, എക്സ്പെക്റ്റേഷൻ താളം തെറ്റി. അവിടെയാണ് ഈ ചോദ്യം. ഇത് നമുക്കെല്ലാവർക്കും ഉള്ള ചോദ്യമാണ്. എന്താണ് ചോദ്യം? ഹേ സഞ്ജയ, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, രണ്ട് വാക്കുകൾ, ധർമ്മക്ഷേത്രം, കുരുക്ഷേത്രം. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ ധർമ്മം, അതാണ് ആദ്യത്തെ ഗീതയിലെ വാക്ക്, ശബ്ദം, ധർമ്മം. ധർമ്മം എന്ന വാക്കിന് വളരെ ആഴത്തിൽ അർത്ഥമുണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ഇപ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലാക്കാം. എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്
സുഖവും സന്തോഷവും സമാധാനവും ശാന്തിയും ബഹുമാനവും സ്നേഹമൊക്കെയാണ്. ധർമ്മം എന്നതിന് നമ്മളെ സന്തോഷത്തോടുകൂടി ഒന്നിപ്പിച്ച് നിലനിർത്തുന്നത് എന്തോ അത് ധർമ്മം. ധർമ്മം മീൻസ് ദാറ്റ് വിച്ച് യുനൈറ്റ്സ്, നമ്മളെ ഒന്നിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബമാകുമ്പോൾ അവിടെ ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ അവിടെ സ്നേഹം വേണം, പരസ്പര ബഹുമാനം വേണം, സന്തോഷം വേണം. ഇതൊക്കെയാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് ഒരു ചെറുപ്പക്കാരൻ കയറും. ആ സ്ഥലത്ത് തനിക്ക് വേണ്ട പരിഗണന കിട്ടും, എനിക്ക് വേണ്ട ബഹുമാനം കിട്ടും, അല്ലെങ്കിൽ എനിക്ക് നല്ല കമ്പനി കിട്ടും. അങ്ങനെ ഒത്തൊരുമിച്ച് അവിടെ ജോലി ചെയ്യാം. ആ ജോലിയിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ജോലി ചെയ്യുന്ന എൻവയറമെൻറ്റ് നന്നായിരിക്കും. ഇതല്ലേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക? കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി എന്താ എക്സ്പെക്റ്റ് ചെയ്യുക? ഭർത്താവിൻ്റെ വീട്ടിൽ എനിക്ക് പരിഗണന കിട്ടും, സ്നേഹം കിട്ടും, ഭർത്താവിൻ്റെ വീട്ടുകാരെന്നെ സ്നേഹിക്കും അല്ലെങ്കിൽ ബഹുമാനിക്കും. ആരെങ്കിലും വിചാരിക്കുമോ ഭർത്താവിൻ്റെ വീട്ടുകാർ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നു? ആരെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ അത്? ഭർത്താവിൻ്റെ വീട്ടുകാരെന്നെ എന്താ പറയുക, സ്വർണത്തിന് വേണ്ടി മാനസികമായി തകർക്കുന്നു, അല്ലെങ്കിൽ എന്നെ സ്ത്രീധനം കിട്ടാത്തതിൻ്റെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു? ഏതെങ്കിലും പെൺകുട്ടി വിചാരിക്കുന്നുണ്ടോ? എന്നാൽ എത്രയോ ഭർതൃഗൃഹത്തിൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എത്രയോ പെൺകുട്ടികളുടെ കഥകൾ നമ്മൾ പത്രങ്ങളിലൂടെ വായിക്കുന്നു. പാമ്പിനെ കൊണ്ട് കൊത്തിച്ചിട്ടും അതുപോലെ തന്നെ പല രീതിയിൽ മൃഗീയമായിട്ട് അവരെ കൊല്ലുന്ന കാഴ്ചകളൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പലരുടെയും ജീവിതം കണക്ക് കൂട്ടിയതുപോലെ വരാതെ വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, വൈ ദിസ് ഹാപ്പൻഡ്? ഈ ഒരു ദുരവസ്ഥ എനിക്ക് എന്തുകൊണ്ടുണ്ടായി? അല്ലെങ്കിൽ ഈ ഒരു ദുഃഖം, ദുരിതം, പ്രയാസം, പ്രശ്നം എങ്ങനെ ഉണ്ടായി? എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. അത് തന്നെയാണ് ധൃതരാഷ്ട്രൻ ചോദിക്കുന്നത്. എല്ലാവരും വിജയം പ്രതീക്ഷിക്കുന്ന ധർമ്മക്ഷേത്രം, ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിജയം പ്രതീക്ഷിക്കുന്ന, വിജയം, ജീവിത വിജയം പ്രതീക്ഷിക്കുന്ന കുരുക്ഷേത്രേ. കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ കർമ്മക്ഷേത്രേ. അപ്പോൾ കൗരവരുടെ കാര്യത്തിൽ ഹസ്തിനപുരത്താണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നാം ഏതൊക്കെ മേഖലകളിലാണോ ജീവിതം കൊണ്ട് നടക്കുന്ന അതൊക്കെ നമ്മുടെ കുരുക്ഷേത്രമാണ്. വിവാഹം കഴിച്ച ഒരാളെ സംബന്ധിച്ച് ഭർത്താവിൻ്റെ വീട്, ഒരു ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യയും മക്കളും അടങ്ങിയൊരു ഭാഗം, ഇതൊക്കെ കുരുക്ഷേത്രമാണ്. ജോലി ചെയ്യുന്നവനെ സംബന്ധിച്ച് അവൻ്റെ ജോലി മേഖല കുരുക്ഷേത്രമാണ്. വിദ്യാർത്ഥിയെ സംബന്ധിച്ച് തൻ്റെ പഠനം, കോളേജ്, സ്കൂൾ, ഇതൊക്കെ ഒരു കുരുക്ഷേത്രമാണ്. ഇങ്ങനെ ആര് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു അത് അവരുടെ കുരുക്ഷേത്രമാണ്. അവർ പ്രതീക്ഷിക്കുന്നു ധർമ്മക്ഷേത്രമാണ്. എന്താ ധർമ്മക്ഷേത്രം? ഹാർമണി, സന്തോഷം, സ്നേഹം, ബഹുമാനം, അങ്ങനെയൊരു പോസിറ്റീവ് എൻവയറമെൻറ്റ്. അപ്പോൾ ഇങ്ങനെയൊരു കാര്യമാണ് എല്ലാവരും പ്രതീക്ഷിച്ച് ഇറങ്ങുന്നതെങ്കിലും അവിടെ ആരൊക്കെയാണ് ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വന്നത്? മാമക പാണ്ഡവ, എൻ്റെയും പാണ്ഡവരുടെയും സൈന്യം. അപ്പോൾ ധൃതരാഷ്ട്രൻ്റെ മക്കളാകുന്ന കൗരവ സൈന്യവും പാണ്ഡുവിൻ്റെ മക്കളുടെ പാണ്ഡവാദികളുടെ സൈന്യവും. കിം അകുർവത സഞ്ജയ, ഹേ സഞ്ജയ, ഇവര് കിം അകുർവത, അകുർവത എന്ന സംസ്കൃത ശബ്ദത്തിന് കുറുവ്, ചെയ്യുക എന്നാണ്. എന്തിവർ ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഇവരെന്ത് ചെയ്തു പറഞ്ഞാൽ ഇവർ യുദ്ധമല്ലേ ചെയ്തത്? ഇവർ ചായ കുടിക്കാനല്ലല്ലോ വന്നത്, യുദ്ധം ചെയ്യാനല്ലേ. അപ്പം പിന്നെ ചോദിക്കാനുണ്ടോ? യുദ്ധം ചെയ്യാൻ വന്നവർ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യാൻ വന്നവരായിട്ട് ഈ വന്നവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ സാധാരണ നമ്മൾ പറയും ഇയാളെന്ന പൊട്ടനാണ്, യുദ്ധം ചെയ്യാൻ വന്ന സ്ഥലത്ത് യുദ്ധമല്ലേ നടക്കുക. അപ്പം ആ ചോദ്യം അതല്ല, അതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ആ ചോദ്യം നമ്മുടെ ചോദ്യമാണ്. അതെന്താണ്? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. എല്ലാവരും ഗീതാ പുസ്തകം കയ്യിൽ വെക്കണം. ഗീത പഠിക്കാൻ ആഗ്രഹമുള്ളവരോട് നിങ്ങൾ ഈ പറയുന്നത് ഷെയർ ചെയ്യണം. കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് കൂടുതൽ ഭഗവത്ഗീതാ സന്ദേശം എത്തിച്ചുകൊണ്ട് ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്നും ദുഃഖത്തെ, വിഷമത്തെ, പ്രയാസത്തെ, പരാജയത്തെ വൈപ്പ് ഔട്ട് ചെയ്യണം. ലെറ്റ് us വർക്ക് ടുഗദർ. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പിന്നിലുള്ള ക്രക്സ് നമുക്ക് കാണാം. ഹരി ഓം, നമസ്കാരം, പ്രണാമം.